നമസ്കാരം ട്രേഡേഴ്സ്, നമസ്കാരം ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള നമ്മുടെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് കിടക്കാം. എല്ലാവർക്കും നിങ്ങൾ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മാർക്കറ്റ് എഫേസ് ഇന്ത്യൻ മാർക്കറ്റിൽ സീവിയർ സെല്ലിംഗ് പ്രഷർ ആണെങ്കിൽ കൂടിയും, അതായത് ഈ ഒരു മാസം 40,000 കോടി രൂപയ്ക്ക് മുകളിൽ എഫേസ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് നടത്തിയിട്ടുണ്ട് എങ്കിൽ കൂടിയും നിഫ്റ്റി ഇന്ന് പോസിറ്റീവിൽ റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. ഇന്ന് നമ്മളുടെ മന്ത്ലി എക്സ്പയറി ആണ് ഉണ്ടായിരുന്നത്. സെൻസെക്സും നിഫ്റ്റിയും എല്ലാം തന്നെ പോസിറ്റീവായി റിയാക്ട് ചെയ്യപ്പെട്ടു. സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് പറയുകയാണെങ്കിൽ നിഫ്റ്റി 127 പോയിൻറ്റും സെൻസെക്സ് 320 പോയിൻറ്റിൻ്റെയും റാലി രേഖപ്പെടുത്തി. നിഫ്റ്റിയിലും സെൻസെക്സിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അദാനി എൻ്റർപ്രൈസസ്, ആക്സിസ് ബാങ്ക്, JSW സ്റ്റീൽ, അദാനി പോർട്ട്, ഗ്രാസിം. 5% മുതൽ 3%, 3 മുതൽ 5.1% വരെയുള്ള റാലി. അപ്പോൾ അദാനി സ്റ്റോക്കുകൾ തിരികെ കയറി എന്നുള്ളതാണ് ഇന്നത്തെ മാർക്കറ്റിൽ വലിയ തോതിൽ ആശ്വസിക്കാനുള്ള വക. M&M ശക്തമായ ഇടിവ് രേഖപ്പെടുത്തി 4.2. കൊട്ടാക് മഹേന്ദ്രയും ഏഷ്യൻ പെയിൻറ്റും എറ്റേണലും ബജാജ് ഫിൻസർവും ഇടിവ് രേഖപ്പെടുത്തി. ഇതിൽ ഏഷ്യൻ പെയിൻറ്റിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് മോശമായിരുന്നു. ഇപ്പോൾ റിസൾട്ട് കാലഘട്ടമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിസൾട്ടിന് അനുസൃതമായിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യപ്പെടും. പൊതുവേ ഗ്ലോബൽ മാർക്കറ്റിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. US മാർക്കറ്റിൽ മാത്രം ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ട്രേഡ് ധാരണകളായിട്ടുണ്ട്. PM മോഡിയും ഈ നമ്മുടെ യൂറോപ്യൻ സബ്മിറ്റിൽ പങ്കെടുത്തതിന് ശേഷം നടത്തിയ വലിയ പോസിറ്റീവായിട്ടുള്ള പ്രസ്താവനകൾ, താരിഫൊന്നും തന്നെ ഇല്ലാതെ ഇരു രാജ്യങ്ങളും തമ്മിൽ, ഇരു യൂണിയനും തമ്മിൽ നടത്തുന്ന വളരെ ഓപ്പണായിട്ടുള്ള ആ ഒരു ട്രേഡ് നമ്മളുടെ സ്റ്റോക്കുകൾക്കും ഇന്ന് ഗുണം ചെയ്തു. സോണ ബിൽവി പോലെയുള്ള സ്റ്റോക്കുകളും അതല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റൈൽ കമ്പനീസും ഷ്രിമ്പ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനീസിലും ഇത് ഗുണം ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ ഫോറിൻ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് റഷ്യയായിട്ടും യൂറോപ്യൻ യൂണിയനായിട്ട് നടന്ന പോലെ തന്നെയുള്ള ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്റ്റുകളെല്ലാം തന്നെ, ഇൻഡിപെൻഡൻറ്റ് ട്രേഡ് ഡീലുകളെല്ലാം തന്നെ നടത്തപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ US ആയിട്ടുള്ള ട്രേഡ് ഡീലുകൾ ഇപ്പോൾ നമുക്ക് ധാരണയിൽ വരുന്നില്ല, അത് സെറ്റിലാവുന്നില്ല. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട്, അതിനെ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ റഷ്യ, പിന്നെ മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളായിട്ട് സഹകരണം ഉണ്ടായേ പറ്റൂ. അപ്പോൾ അത് ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. മറ്റേ US ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് ധാരണയിൽ വരുമെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് US ആവശ്യപ്പെടുന്നത്. ഈ ഒരു ആഴ്ച, അപ്പോൾ നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്ന ഈ ഒരു ആഴ്ച വളരെയധികം പ്രാധാന്യമുള്ള ഒരാഴ്ചയാണ്. നാളെയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രസ് മീറ്റ് ഉള്ളത്. ഓരോ തവണയും പ്രസ് മീറ്റ് അദ്ദേഹം പറയുമ്പോൾ മാർക്കറ്റിൽ വലിയ തോതിൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഒന്ന് സൂക്ഷിക്കുക. പിന്നെ നമ്മളുടെ തേഴ്സ്ഡേ ആണ് US നിന്ന് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ വരുന്നത്. US പലിശ നിരക്കുകളിൽ മാറ്റങ്ങൾ വരുത്തുന്ന തീരുമാനം വരുന്നത് തേഴ്സ്ഡേ ആണ്, വ്യാഴാഴ്ചയാണ്. കൂടാതെ നമ്മുടെ സൺഡേ ആണ് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് ഉള്ളത്. നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവും. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരാഴ്ച വളരെ ഗംഭീരമായ രീതിയിൽ പ്രാധാന്യമുള്ള ഒരാഴ്ച തന്നെയാണ്. അതുകൊണ്ടാകണം മേ ബി രാവിലെ തന്നെ ഇന്ത്യ വിക്സ് സഡൻ സ്പൈക്ക് ആകുകയും പിന്നീട് പ്രീമിയം എല്ലാം തന്നെ ഉയരുകയും പിന്നീട് ഇന്ത്യ വിക്സ് കൂൾ ഡൗൺ ആവുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ ഗോൾഡാണ്. $68 ഗോൾഡ് ഉയർന്ന് തൊട്ടാൽ പൊള്ളുന്ന വിലയിലേക്ക് ഗോൾഡ് എത്തി. ഏകദേശം $5077 ഗോൾഡിൻ്റെ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ഉള്ളത് പെർ ഔൺസിന്. സിൽവറും ഇന്ന് 4% അഥവാ $4 അഥവാ 3.69% ഇടിഞ്ഞ് എന്ന് പറയാൻ സാധിക്കില്ല. 111 ആയിട്ടുണ്ട് സിൽവറിൻ്റെ വില. ബിറ്റ്കോയിൻ 88,000, ബ്രന്റ് ഓയിൽ 64, നാച്ചുറൽ ഗ്യാസ് 3.7. പിന്നീട് ഡോ ഫ്യൂച്ചർ കാണാം 174 പോയിൻറ്റ് മൈനസാണ്. ചൈന കാണാം, ഷാങ്ഹായ്, S&P X 200 ഓസ്ട്രേലിയ ആയിരുന്നു, കോസ്പി കൊറിയ, നിക്കി ജപ്പാൻ, പിന്നീട് ഡാക്സ് ജർമ്മൻ, CAC 40 ഫ്രാൻസ്, FTSE UK. അപ്പോൾ പൊതുവേ ഏഷ്യൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം കാണുന്നുണ്ട്. ഇനി ആ സമാധാനമായിട്ടുള്ള അന്തരീക്ഷം ഇനിയിപ്പോൾ നാളെ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കണം. നാളെ ട്രംപിൻ്റെ ഭാഗത്തുനിന്നുള്ള സ്പീച്ച് ഉണ്ട്. കൂടാതെ നമ്മൾ ഓരോ ഈവൻറ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ ഇൻഡിവിജ്വൽ വാർത്തകളിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ
കൊച്ചി നമ്മുടെ ഓഫീസിൽ വെച്ച ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവ് നമുക്ക് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. 1 ഇയർ സപ്പോർട്ടോട് കൂടിയിട്ട് പഠിക്കാം. 10 പ്രാക്ടിക്കൽ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറഞ്ഞ ഫീസിൽ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുമ്പോൾ ഇത് ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. ആദ്യം ഹിൻഡൽകോയാണ്. ഹിൻഡൽകോ 21,000 കോടിയാണ് ഒഡീഷയിൽ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ട് കമ്പനി മുടക്കുന്നത്. 15,000 ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന വലിയ വികസന പ്രവർത്തനമാണ് ഹിൻഡൽകോ ചെയ്യുന്നത്. ശ്രീറാം ഫിനാൻസ് ഇവരുടെ ടാർഗറ്റ് 18% ആയിട്ട് കമ്പനി നിശ്ചയിച്ചു. വേദാന്ത ഇവർ ഹിന്ദുസ്ഥാൻ സിങ്ങിൻ്റെ ഓഫർ ഫോർ സെയിൽ 4,500 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിൽ പ്രഖ്യാപിച്ചു. പാരാസ് ഡിഫൻസ് കമ്പനി ഇവർ 40% റവന്യൂ ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. JSW എനർജി കമ്പനി സ്റ്റോക്ക് ഇന്ന് ഫോൾ ആയിട്ടുണ്ട്. ഇവരുടെ ജെഫ്രീസിൻ്റെ ടാർജറ്റ് കുറച്ചു. റൈറ്റ്സ് ഇവർക്ക് $20 മില്യൺ ഒരു ഇൻ്റർനാഷണൽ ഇലക്ട്രിക് ലൊക്കോമോറ്റീവിൻ്റെ ഓർഡർ ലഭിച്ചു. ഗോപാൽ സ്നാക്സ് നെറ്റ് പ്രോഫിറ്റ് 5 കോടി രൂപയിൽ നിന്ന് 15 കോടി രൂപയിലേക്ക് ഉയർന്നു. ഇൻഫോസിസ് IT കമ്പനി ഇവർ ഗ്ലോബൽ ബിസിനസ് പാർട്ട്ണറായിട്ടുള്ള കെർസ്കറായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. മഹീന്ദ്ര ലോജിസ്റ്റിക് കമ്പനി നെറ്റ് ലോസ് ഉണ്ടായിരുന്ന കമ്പനിയായിരുന്നു. 9 കോടി രൂപ ലോസ് ഉണ്ടായ കമ്പനി ഇത്തവണ 3 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. തോമസ് കുക്ക് ഈ ട്രാവൽ രംഗത്തുള്ള കമ്പനിയാണ്. ഇവർ ഹിമാചൽ പ്രദേശിൽ ഇവർ പുതിയ റിസോർട്ടുകൾ ആരംഭിക്കുന്നുണ്ടെന്നുള്ള ന്യൂസുണ്ട്. PDS കമ്പനി ഇവർ രാകേഷ് ചഡ്ഡ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ 15% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. സ്റ്റോക്കിൽ നിന്ന് 6% റാലി ഉണ്ടായിരുന്നു. മാരിക്കോ നെറ്റ് പ്രോഫിറ്റ് 400 കോടി രൂപയിൽ നിന്ന് 450 ഉയർന്നു. അദാനി ഗ്രീൻ കമ്പനി ഇവർ 7 ഗിഗാവാട്ടിൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റ് ഗുജറാത്തിൽ ഇവർ 40,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണിത്. അത് പ്രഖ്യാപിച്ചു. ദേവ് ഇൻഫർമേഷൻ കമ്പനി ഇവർക്ക് 4 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. NBCC കമ്പനി 62 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഹിൻഡൽകോ 21,000 കോടി രൂപയുടെ എക്സ്പാൻഷൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ഏഷ്യൻ പെയിൻറ്റ് അവർ 1,100 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് കുറഞ്ഞു 1,060 കോടി രൂപയിലേക്ക്. സ്റ്റോക്കിൽ നിന്ന് 3% ഇടിവ് കണ്ടു. റൈമണ്ട് റിയാലിറ്റി കമ്പനി 3 കോടി രൂപയിൽ നിന്ന് 66 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ടാറ്റ കൺസ്യൂമർ കമ്പനി 278 കോടി രൂപയിൽ നിന്ന് 390 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ നാളത്തെ ദിവസം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ട്രംപിൻ്റെ ഭാഗത്തുനിന്നുള്ള സ്പീച്ച് ഉണ്ട്. പൊസിഷൻസ് എല്ലാം തന്നെ നമ്മൾ മാനേജ് ചെയ്യുക. വിക്സ് പെട്ടെന്ന് തന്നെ സ്പൈക്ക് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് ബയറൊക്കെ ഒരു പൊസിഷൻ എടുത്ത് വെക്കുകയാണെങ്കിൽ വിക്സ് സ്പൈക്ക് ചെയ്ത് വിക്സ് അതേപോലെ തന്നെ കൂൾ ഡൗൺ ആവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രീമിയം എല്ലാം തന്നെ മെൽറ്റായി പോകും. അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ബൈ ചെയ്യുന്ന സമയത്ത് ഈവൻ സെല്ല് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.